എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ iOS 18 പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമുക്കറിയാം ഈ വർഷം റിലീസ് ചെയ്യാൻ പോകുന്ന ഐഫോണിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് സോഫ്റ്റ്വെയർ ആണ് iOS 18. iOS 17 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ iOS 18 കുറേ ചേഞ്ചസ് വരാൻ പോകുന്നുണ്ട്. iOS 18 വരാൻ പോകുന്ന ഫീച്ചേഴ്സിനെ പറ്റി ഇപ്പോൾ കുറച്ച് ന്യൂസുകൾ അവൈലബിൾ ആണ്. ആ ന്യൂസുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതേപോലത്തെ കൂടുതൽ വീഡിയോസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഈ വീഡിയോ ഷെയർ ചെയ്യാൻ പോകുന്ന എല്ലാ ഫീച്ചേഴ്സും ലീക്സിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയതാണ്, ഒഫീഷ്യൽ കൺഫർമേഷൻ ഒന്നും അല്ല. iOS 18 ഫസ്റ്റ് ബീറ്റ വെർഷൻ WWDCയിൽ അവൈലബിൾ ആയിരിക്കും. പബ്ലിക് വെർഷൻ റിലീസ് ചെയ്യുന്നത് പുതിയ ഐഫോണിൻ്റെ കൂടെയാണ്. അതായത് iPhone 16 റിലീസ് ചെയ്യുമ്പോൾ iOS 18 പബ്ലിക് വെർഷനും റിലീസ് ചെയ്യും. ഏതൊക്കെ ഡിവൈസിലാണ് iOS 18 സപ്പോർട്ട് ചെയ്യുന്നത്, നമ്മൾ അതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഐ ബട്ടണിലും കൊടുത്തേക്കാം. ഓൾറെഡി കൺഫേം ആയ കാര്യമാണ്, iOS 18 കുറേ AI ഫീച്ചേഴ്സ് വരുന്നുണ്ട്. നമുക്കറിയാം ഇപ്പോൾ സാംസങ്ങിലാവട്ടെ പിക്സലിലാവട്ടെ കുറേ AI ഫീച്ചേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐഫോൺസിലും AI ഫീച്ചേഴ്സ് വരികയാണ്. iOS 18 ആപ്പിൾ AI ഫീച്ചേഴ്സ് കൂടുതലായി ഐഫോണിലേക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്. iOS 18 നമുക്ക് കുറേ AI ഫീച്ചേഴ്സ് അവൈലബിൾ ആയിരിക്കും. AI ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ സിറിയിൽ കുറേ അപ്ഡേറ്റ്സ് കാണും. നമുക്കറിയാം ഗൂഗിൾ അസിസ്റ്റൻ്റ് അത്രയും ഫീച്ചേഴ്സ് ഇല്ലായിരുന്നു സിറിയിൽ. AI ഫീച്ചേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ സിറിയിൽ അത് കുറേ അപ്ഡേറ്റ്സുകൾ കൊണ്ടുവരും. അതേപോലെ തന്നെ ജനറേറ്റീവ് AIയും ഈ വട്ടം iOS 18 യൂസ് ചെയ്യുന്നുണ്ട്. മെസ്സേജ് ആപ്പിൽ ഓട്ടോ ഫിൽ ആവുക, മ്യൂസിക് ആപ്പിനകത്ത് കീ നോട്ടിൽ എല്ലാം ഈ ഒരു AI ഫീച്ചേഴ്സ് ആഡ് ആകും. നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്ന വർക്കുകളെല്ലാം നമുക്കിനി കുറച്ചുകൂടി ഈസി ആയിട്ടും ക്വിക്കായിട്ടും AI ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. നമുക്കറിയാം ഐഫോണിൽ നമുക്ക് കസ്റ്റമൈസേഷൻ കുറവാണ്. മാക്സിമം കസ്റ്റമൈസേഷൻ നമ്മൾ ചെയ്യുന്നത് സിറി ഷോർട്ട് കട്ട് ഉപയോഗിച്ചാണ്. സിറി ഷോർട്ട് കട്ടിൻ്റെ അകത്തും കുറേ ഇമ്പ്രൂവ്മെൻറ്റ്സ് വരുന്നുണ്ട്. നമുക്കിനി സിറി ഷോർട്ട് കട്ട് ഉപയോഗിച്ച് കോംപ്ലക്സ് ടാസ്കുകളെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. സിറി ഷോർട്ട് കട്ടിൽ കുറേ പുതിയ ഓട്ടോമേഷൻസ് iOS 18 ആഡ് ചെയ്യുന്നുണ്ട്. പിന്നീടുള്ളതാണ് RCS സപ്പോർട്ട്. യൂറോപ്യൻ യൂണിയൻ്റെ ലോ പ്രകാരം iMessageൽ RCS സപ്പോർട്ട് കൊണ്ടുവരണം. ഇപ്പോൾ നമുക്ക് iMessageൽ നിന്ന് മറ്റ് മെസ്സേജിങ് പ്ലാറ്റ്ഫോമിലേക്ക് ഹൈ ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും ഓഡിയോസും ഒന്നും സെൻഡ് ചെയ്യാൻ പറ്റില്ല. എന്നാൽ RCS വരുമ്പോൾ ആൻഡ്രോയിഡ് ഡിവൈസിലേക്ക് ഹൈ ക്വാളിറ്റി ഫോട്ടോസും വീഡിയോസും വോയിസും നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. RCS വരുന്നതോടെ തന്നെ നമുക്ക് റീഡ് റെസിപ്റ്റ് ഓപ്ഷൻ വരുന്നുണ്ട്. ടൈപ്പിംഗ് ആണോ ഇല്ലയോ എന്നെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ RCS എന്ന് പറയുന്ന നല്ലൊരു ഫീച്ചർ തന്നെയാണ്. ഇതുവരെ ആപ്പിൾ അത് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. എന്നാൽ യൂറോപ്യൻ യൂണിയൻ്റെ ലോ പ്രകാരം ആപ്പിൾ ഉടനെ തന്നെ iMessageലും RCS ഫീച്ചർ ഇംപ്ലിമെൻറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഈ ഫീച്ചേഴ്സ് എല്ലാം ഐഫോൺ ടു ഐഫോണിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. എന്നാൽ RCS വരുമ്പോൾ ഐഫോണിൽ നിന്ന് മറ്റ് ആൻഡ്രോയിഡ് ഡിവൈസിലേക്കും ഈ സെയിം ഫീച്ചേഴ്സ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. ആപ്പിൾ വിഷൻ എന്ന പുതിയൊരു ഡിവൈസ് ആപ്പിൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നതാണ് വിഷൻ OS. വിഷൻ OSനെ ഇൻഫ്ലുവൻസ് ചെയ്ത് അതേപോലത്തുള്ള തീം iOS വരാൻ ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം വരുന്നത്. വിഷൻ OSൻ്റെ കുറേ വീഡിയോസ് ഇപ്പോൾ അവൈലബിൾ ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കാം. ആ ഒരു തീം ഐഫോണിൽ വരാൻ ചാൻസ് ഉണ്ട് എന്നാണ് ഇപ്പോൾ ന്യൂസുകളെല്ലാം വരുന്നത്. നിങ്ങൾ ഐഫോണിൽ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു ഫീച്ചറിനെ പറ്റി കമൻറ്റ് ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് iOS 18 പറ്റി പറയാനുള്ളത്. കൂടുതൽ ന്യൂസ് വരുമ്പോൾ തീർച്ചയായിട്ടും ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. ഇത്ര മാത്രമായിരുന്നു ഇന്നത്തെ വീഡിയോ. വീഡിയോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ചാനൽ ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എനിക്ക് മെസ്സേജ് അയക്കാം, ഞാൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് റിപ്ലൈ തരുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ കണ്ടുമുട്ടാം.